ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ സിലബസ് ആണ്. നമുക്കറിയാം സെപ്റ്റംബർ 19 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ കൺഫർമേഷൻ ഇന്നലെ മുതൽ 23 മുതൽ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ പോയി കൊടുക്കുക. നമുക്ക് സിലബസ് നോക്കാം. ഫസ്റ്റ് പൊതുവിജ്ഞാനം, ചരിത്രത്തിൽ നിന്ന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3, കലാകായികം സാഹിത്യം സംസ്കാരം 5, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3, സുപ്രധാന നിയമങ്ങൾ 5, ആനുകാലിക വിഷയങ്ങൾ 20, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷകൾ മലയാളം 10 മാർക്ക്. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിലിമിനറി പരീക്ഷയില്ല. സെപ്റ്റംബർ 19/9/2026 എക്സാം നടക്കുന്നത് കേട്ടോ. ഇനി പൊതുവിജ്ഞാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്ന് 5 മാർക്കാണ് വരുന്നത്. വേൾഡ് ജോഗ്രഫി, ഇന്ത്യ ജോഗ്രഫി, അതുപോലെ തന്നെ കേരള ജോഗ്രഫി, 3 ഭാഗത്തു നിന്നുമുള്ള മാർക്കാണ് 5 മാർക്ക്. ചരിത്രം 5 മാർക്കിൽ, കേരള ജോഗ്രഫിയിൽ കേരള ഹിസ്റ്ററി നമുക്ക് നോക്കാം. ഇനി പൊതുവിജ്ഞാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവിജ്ഞാനത്തിൽ ചരിത്രത്തിൽ 5 മാർക്കാണ് വരുന്നത്. ഇന്ത്യ, കേരള, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 5 മാർക്കാണ് വരുന്നത്. കേരള ഹിസ്റ്ററിയിൽ വരുന്ന ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മതനവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് 3 എണ്ണത്തിനും കൂടിയിട്ടാണ് 5 മാർക്ക് വരുന്നത്. നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യൂറോപ്യന്മാരുടെ വരവെന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ നമുക്ക് പുതിയ SCRT വന്നിട്ടുണ്ടല്ലേ, ഈ പുതിയ SCRTയിൽ നിന്നൊക്കെ PSC ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഓരോ SCRT പാഠഭാഗങ്ങൾ നമ്മൾ അത് സിലബസ് അനുസരിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം നോക്കാം. ഇന്ത്യ ചരിത്രം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ചരിത്രം പഠിക്കണം. ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, ഈ 2 ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശനയം. നെക്സ്റ്റ് വേൾഡ് ഹിസ്റ്ററി, ലോകവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. നെക്സ്റ്റ് ഭൂമിശാസ്ത്രം, അതായത് ജോഗ്രഫി നോക്കുകയാണെങ്കിൽ 5 മാർക്കാണ് വരുന്നത്. വേൾഡ് ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. നെക്സ്റ്റ് ഇന്ത്യ ജോഗ്രഫി, ഇന്ത്യ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തര പർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. നെക്സ്റ്റ് കേരള ജോഗ്രഫി, ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. നെക്സ്റ്റ് വരുന്നത് എക്കണോമിക്സ് ആണ്. ധനതത്വശാസ്ത്രം 5 മാർക്കാണ്. ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ.
ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 73, 74, 86, 91. പഞ്ചായത്തി രാജ്. ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നെക്സ്റ്റ് കേരളം. ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കാണ്. കേരളത്തിൽ നിന്ന് സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. നെക്സ്റ്റ് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 6 മാർക്കാണ് വരുന്നത്. ബയോളജിയിൽ നിന്നും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഭൗതികശാസ്ത്രം. ഫിസിക്സിൽ 3 മാർക്കാണ്. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. ചലനം. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ. 3-ാം ചലന നിയമം. ആക്കം, പ്രൊജക്റ്റൈൽ മോഷൻ. 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. പ്രകാശം. ലെൻസ്, ദർപ്പണം. R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ. പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ. മഴവില്ല്. വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. IR റേസ്, UV റേസ്, X റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ശബ്ദം. വിവിധ തരം തരംഗങ്ങൾ. വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപതനം. ബലം. വിവിധ തരം ബലങ്ങൾ. ഘർഷണം, ഘർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡീഷൻ കുഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം. ഗുരുത്വാകർഷണം, അഭികേന്ദ്രബലം, അപകേന്ദ്രബലം, ഉപഗ്രഹങ്ങൾ, പാലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം. നെക്സ്റ്റ് താപം, താപനില, വിവിധ തരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത. പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങൾ. നെക്സ്റ്റ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്കാണ് വരുന്നത്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്കോറിജിയ. മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. നെക്സ്റ്റ് കലാകായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്. കലയിൽ നിന്നും കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. ഇനി കായികം. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്. പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്. വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ. ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. നെക്സ്റ്റ് സാഹിത്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികൾ. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. നെക്സ്റ്റ് സംസ്കാരം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. നെക്സ്റ്റ് കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കാണ്.
ഹാർഡ്വെയർ ഇൻപുട്ട് ഡിവൈസസ് നെയിംസും യൂസസും പഠിക്കണം. ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, പ്രൈമറി സെക്കൻഡറി ഡിവൈസുകൾ. പിന്നെ സോഫ്റ്റ്വെയറിനെ നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ്, അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, വേർഡ് പ്രൊസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്, ഇവയുടെ യൂസസ് പഠിച്ചു വെച്ചിരിക്കുക. ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ലാൻ, വാൻ, മാൻ എന്നിവയെക്കുറിച്ച് പഠിക്കാം. നെറ്റ്വർക്ക് ഡിവൈസസുകളായിട്ടുള്ള മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ എന്നിവയുടെ യൂസുകളും പഠിച്ചു വെച്ചിരിക്കാം. ഇനി ഇൻ്റർനെറ്റ് നോക്കുകയാണെങ്കിൽ സർവീസസ് ആണ്. www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ്റെ എക്സാമ്പിൾ നോക്കാം. സോഷ്യൽ മീഡിയയ്ക്ക് എക്സാമ്പിൾ നോക്കാം. വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML എന്നിവയെക്കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഗവേണൻസും അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ടൈപ്സ് ഓഫ് ക്രൈംസും അതുപോലെ തന്നെ IT ആക്റ്റുകളാണ് ഈ ഭാഗത്ത് നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, ഇൻഫോർമേഷൻ എക്സംപ്റ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അതായത് സുപ്രധാന നിയമങ്ങളിൽ ഫസ്റ്റ് വരുന്നത് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നത്, വിവരാവകാശ നിയമത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചിട്ടും അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൾനറബിൾ സെക്ഷൻസ് ആണ്, അതായത് സിവിൽ റൈറ്റ്, SC/ST കുറിച്ച് പറയുന്ന കമ്മീഷൻസ് ഉണ്ടല്ലോ, SC/ST കമ്മീഷൻസ്, അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻസ്, അതുപോലെ തന്നെ എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞില്ല, അത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. അതുപോലെ തന്നെ ന്യൂനപക്ഷ ആണെങ്കിൽ ദേശീയവും സംസ്ഥാനവും നോക്കണം, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, ഒഫൻസസ് എഫക്റ്റിംഗ് പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ്, അതായത് വനിതാ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഉണ്ട് അല്ലേ, അതാണ് പഠിക്കാനുള്ളത് ഇവിടെ. പിന്നെന്താണ്, അപ്പോൾ വനിതകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്നത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ, വനിതകൾക്കുള്ള ദേശീയമായിട്ടും സംസ്ഥാനത്തിലുള്ള കമ്മീഷൻസ് പഠിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആക്റ്റും പഠിച്ചു വെച്ചിരിക്കുക, സംരക്ഷണ നിയമം പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ചിൽഡ്രൻസിന് അതായത് കുട്ടികൾക്കെതിരെയുള്ള നിയമമുണ്ടല്ലോ, കുട്ടികൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ടല്ലോ, പ്രൊട്ടക്ഷൻസ് ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, പോസ്കോ ആക്ടിനെ കുറിച്ചിട്ടും പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണ് വരുന്നത്. ഇനി മാത്സ് നോക്കുകയാണെങ്കിൽ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. ഇതിലെ ലഘുഗണിതത്തിന് 5 മാർക്കാണ്. ലഘുഗണിതം വെച്ചാൽ നമ്മൾ സാധാരണ ഈ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. പിന്നെ പ്രോഗ്രഷനുകൾ, സമാന്തര ശ്രേണിയൊക്കെ ഇല്ലേ, ആ ഒരു ശ്രേണികളെ പഠിച്ചിരിക്കാം. നെക്സ്റ്റ് മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും 5 മാർക്കാണ് മെൻ്റൽ എബിലിറ്റിക്ക് വരുന്നത്. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 10 മാർക്കാണ് ടോട്ടലി വരുന്നത്. ഗ്രാമറിന് 5 മാർക്കും വൊക്കാബുലറിക്ക് 5 മാർക്കാണ് വരുന്നത്. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ചസ് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ്, പ്രിപ്പോസിഷൻസ്, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഇനി വൊക്കാബുലറി നോക്കുകയാണെങ്കിൽ 5 മാർക്കാണ്. സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ്സ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ്. നെക്സ്റ്റ് മലയാളത്തിന് 10 മാർക്കാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഓരോ സിലബസിനെയും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി 2019 മുതൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ SCRT ക്ലാസ്സുകളും പിന്നെ ഈ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് PSC കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.